എക്സാലോജി കരാറിലെ ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. അപ്പീലിൽ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുപടി തേടിയേക്കും. PMLA നിയമപ്രകാരം കേസെടുക്കാൻ EDക്ക് അധികാരമില്ലെന്നാണ് CMRLന്റെ പ്രധാന വാദം. അതേസമയം സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് സ്റ്റേ ചെയ്തില്ലെങ്കിൽ പ്രതികൾക്ക് സമൻസ് അയക്കുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കും. അനധികൃത ഇടപാടിൽ CMRLനെതിരെയും വീണ ടിക്കെതിരെയും നിർണായക തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് EDയുടെ വാദം. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, CMRL ഉന്നയിക്കുന്ന വാദങ്ങളുണ്ട്. EDക്ക് അതിനുള്ള അധികാരമില്ല, ED അന്വേഷണം തടയണം. അപ്പോൾ CMRLന്റെ വാദങ്ങൾ ഈ EDക്ക് ലഭിച്ചിട്ടുള്ള നിർണായക തെളിവുകളിലൂടെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് ഒരു തിരിച്ചടിയാണ് നേരിടുന്നെങ്കിൽ അത് നിർണായകമാണ്. വീണ്ടും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് അടക്കം കടക്കുന്ന സാഹചര്യം ഉണ്ടാകും, അല്ലേ അർജുൻ? തീർച്ചയായും കീർത്തനാൻ ഷിഹാസ്. അതായത് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് ഈ ED അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയ ഹർജി ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ്. ഇന്ന് ഈ ആവശ്യത്തിന്മേൽ നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയുടെ മേൽ സ്റ്റേ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും അത് CMRLും വീണ ടിക്കും ആശ്വസിക്കാം. പക്ഷേ മറിച്ചാണെങ്കിൽ, അതായത് സ്റ്റേ നൽകിയിട്ടില്ല എങ്കിൽ ED അന്വേഷണവുമായി മുന്നോട്ട് പോകും. ആ EDയുടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്നുള്ളത് സ്വാഭാവികമായും CMRLും അതോടൊപ്പം തന്നെ വീണക്കുമടക്കം സമൻസ് നൽകുക എന്നുള്ളതാണ്. അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുക എന്നത് നിർണായകമായ ഒരു ഘട്ടമാണ്. സ്വാഭാവികമായും അത്തരം നീക്കത്തിലേക്ക് ED കടക്കുകയും ചെയ്യും. സ്വാഭാവികമായും ED പ്രധാനമായും കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത് നിർണായകമായ ചില തെളിവുകൾ അത് CMRLെതിരെയും അതോടൊപ്പം തന്നെ വീണ ടിക്കെതിരെയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും ED ഈ CMRLിന്റെ ആവശ്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും CMRL വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്മേൽ ഇന്ന് സ്റ്റേ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് CMRL ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് വീണക്കും അതോടൊപ്പം തന്നെ CMRLും ആശ്വസിക്കാൻ വക നൽകും. പക്ഷേ മറിച്ചാണെങ്കിൽ സ്വാഭാവികമായും ED തുടരന്വേഷണവുമായി മുന്നോട്ട് പോകും. അതിൽ നോട്ടീസ് നൽകുന്ന അടക്കമുള്ള നടപടിയിലേക്ക് ED കടക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ CMRL അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വീണ ടിക്കും നോട്ടീസ് നൽകും, അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ശരി, CMRLനെതിരെയും വീണ ടിക്കെതിരെയും നിർണായക തെളിവുകളുണ്ട് എന്നാണ് ED വാദം. അത് ഇന്ന് മുദ്രവെച്ച കവറിൽ ED കോടതിയിൽ സമർപ്പിക്കും. തിരിച്ചടിയാണോ ആശ്വാസമാണോ എന്ന് നമുക്ക് ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ അറിയാം. അർജുൻ മട്ടന്നൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.